ഒരു ആറാം ഇന്ദ്രിയുണ്ട്, സിക്സ്ത് സെൻസ്. അതാണ് നമ്മളെ മൈൻഡ്. ഈ മൈൻഡ് നമ്മളുടെ കൺട്രോളിലാക്കി കഴിഞ്ഞാൽ നമ്മളെ കൂടെ നേടാൻ പറ്റുന്നൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഗേൾഫ്രണ്ടുമായിട്ട് പിരിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ രാത്രി രാവിലെ ഇരുന്നിട്ട് ഈ സംഭവം ചെയ്യും. ഞാൻ കാണുന്നു ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹവും, ആ വ്യക്തിയുമായിട്ടുള്ള കെയറിങ്ങും, ആ വ്യക്തിയുമായിട്ടുള്ള ലവിങ്ങും അപ്പോൾ കൂടെ നടക്കുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കാം. കണ്ട് വരുമ്പോൾ വ്യക്തി നമ്മളിലേക്ക് അട്രാക്ട് ആയി വരും. നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇത് മാത്രം ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരും. ആ സംഭവം വളരെ പവർഫുൾ, മൈൻഡിന്റെ ശക്തിയാണത്. നമുക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹമാണത്, മൈൻഡിന്റെ ശക്തി. നമ്മളത് റീയൂസ് ചെയ്യണമെങ്കിൽ ലീഡർ ആവുന്ന ആഗ്രഹമുണ്ട്. ലീഡർ ആവണം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിന് ഒരിക്കലും ഈ ലാംഗ്വേജ് അറിയില്ല. മലയാളമോ ഇംഗ്ലീഷോ പറഞ്ഞാൽ മനസ്സിലാവില്ല ആൾക്ക്. കുട്ടികളെ പോലെ തന്നെയാണ് സംഭവത്തിന്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കണ്ണടയ്ക്കുക, കാണാം, ഒരു സ്റ്റേജ് കാണാം, ക്രൗഡ് ആൾക്കാരിങ്ങനെ കാണാം, എന്നിട്ട് സംസാരിക്കുന്ന പോലെ കാണാം. നമ്മൾ സംസാരിക്കും ഡെയിലി ഇത് ചെയ്യുമ്പോൾ നമ്മളിത് തനിയെ ഇങ്ങനെ വരികയും ചെയ്യും, നമ്മൾ അതായത് തീരും. അപ്പോൾ നമുക്ക് ആരാനാവാൻ ആഗ്രഹം ഇപ്പോൾ ആയി തീരുക. ഓക്കെ, ഇപ്പോൾ ആയി തീരുക, ആള് ഇപ്പൊ അങ്ങനെ ആവുക. അപ്പൊ നമ്മൾ എന്നും കാണാം, മനസ്സിൽ കാണുക. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഇത് ശരിയാണോ, അത് റിയൽ ആണോ എന്ന് ചിന്തിക്കുക. അപ്പൊ റിയൽ അറിയില്ല, റിയലോ ഫേക്ക് അറിയില്ല. സബ് കോൺഷ്യസ് മൈൻഡിന് മൂപ്പര് വിശ്വസിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിച്ച് അറിയാലോ സംഭവം നമുക്ക് നടത്തി തരും. അപ്പൊ അങ്ങനെ തീരും. നമ്മൾ നമുക്ക് എപ്പോഴും ഭയമാണ്. പലപ്പോഴും ഭയം ഉള്ളപ്പോൾ നമുക്ക് ഒന്നും വർക്ക് ചെയ്യില്ല. ഓപ്ഷൻസ് അടയും, നമ്മുടെ മൈൻഡ് അടയും. നമ്മൾ ഡെയിലി നേരത്തോടെ രാവിലെ എണീക്കുക, അല്ലെങ്കിൽ ഉറങ്ങാൻ പോണ നേരത്ത് സമയം 2 നേരത്തും നമ്മൾ എന്ത് ചെയ്യാം? മനസ്സിനെ അങ്ങനെ കാമാക്കാം, മൈൻഡിനെ നമുക്ക് കാമാക്കിയിട്ട് ഉള്ളിലേക്ക് പോസിറ്റീവ് കാര്യം പറയാം. ഐ എം ഹെൽത്ത് പോലെ, ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി, ഐ എം വിന്നർ, ഐ എം ദ ബെസ്റ്റ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു പെട്ടെന്ന് ഫസ്റ്റ് പറയുമ്പോൾ മൈൻഡ് പറയും, ഫസ്റ്റ് മൈൻഡ് നമ്മളോട് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ പിന്നെ പറഞ്ഞ് ഒരു 1 month ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇതുമായിട്ട് കണക്ട് ആയി മാറും. ഹായ് ടു ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ JP യൂണിവേഴ്സിറ്റി പറഞ്ഞ നമ്മളുടെ ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളുടെ മൈൻഡ് ശരിയാക്കണം. അത് നമ്മൾ ചെയ്യേണ്ടതാണ് അഫർമേഷൻ പറയുക. ഐ എം റെഡി, ഐ എം ഹാപ്പി, ഐ എം ജോയ്, ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി. ഈ അഫർമേഷൻസ് കമന്റിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ യൂട്യൂബിൽ കാണുന്നവർ അവിടെ കമന്റ് ഇടാം. ഓക്കെ. പിന്നെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, കൂളായിട്ട്, ക്ഷമയോടെ ഇരിക്കുക. വളരെ മനോഹരമായിട്ടിരിക്കുക. ഒരു വിഷയം നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഈ നേരത്ത്. ഓൺലി ലിസണിങ് മാത്രം, മറ്റു സംഭവം പാടില്ല. ഹിയറിങ് പാടില്ല. നമ്മുടെ ശരീരം ഇവിടെ, മൈൻഡ് വേറെ ഇവിടെ ആവാൻ പാടില്ല. കറക്റ്റ് വിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ജയം ബ്രോ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, അവിടെ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങൾ 5 എന്നുള്ളത് ഏതൊക്കെ പറഞ്ഞേ? 5 ഇന്ദ്രിയങ്ങൾ പറഞ്ഞേ. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉണ്ട്. ഒന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതാണ് നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ. പക്ഷെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു വേറെ ഇന്ദ്രിയം കൂടി നമുക്കുണ്ട്, എക്സ്ട്രാ. ഒരു 6ാം ഇന്ദ്രിയുണ്ട്, സിക്സ്ത് സെൻസ്. അതാണ് നമ്മളെ മൈൻഡ്. ഈ മൈൻഡ് നമ്മളുടെ കൺട്രോളിലാക്കി കഴിഞ്ഞാൽ നമ്മളെ കൂടെ നേടാൻ പറ്റുന്നൊന്നുമില്ല. നിങ്ങൾ ക്യാമറ ഓൺ ആക്കട്ടോ, അശ്വതി മാം ക്യാമറ ഓൺ ആക്കാം. അപ്പോ നമ്മൾ ഈ മൈൻഡിനെ നമ്മളിലേക്ക് എത്തിക്കുക, നമ്മളുടെ ഇതിലേക്ക് ആക്കുക. ഇതാണ് നമ്മുടെ ശരീരം, ഇത് ബോഡി, ഇത് മൈൻഡ്. ഈ ബോഡിയെയും മൈൻഡിനെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഇതായി മാറും, ഒരു പ്യുവർ മാനായി മാറും, പ്യുവർ മാൻ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ആവശ്യമാക്കുന്ന അട്രാക്ട് ആവും നമുക്ക്. എന്റെ അനുഭവം പറയണമെങ്കിൽ, ഞാൻ പലപ്പോഴും ലൈഫിൽ ഫുള്ള് സ്ട്രഗിൾ അനുഭവിച്ച ആളായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്ത സംഭവം ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു. അപ്പോൾ എനിക്ക് പലതും നേടാൻ പറ്റിയിട്ടുണ്ട് ലൈഫിൽ, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതിന് കാരണവും ഞാൻ എന്റെ സോള് കണ്ടെത്തി, എന്റെ ലക്ഷ്യത്തിനെ കണ്ടെത്തി. ആ ലക്ഷ്യത്തെ കണ്ടെത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മെഡിറ്റേഷനിലേക്ക് പോയി, മെഡിറ്റേറ്റ് ആയി. ഒരു 3 months ആവുമ്പോഴേക്കും എന്റെ പല ഗോൾസ് നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും വലിയ കാരണം അതിന് ഏറ്റവും വലിയ ഗുണം കിട്ടിയത് മെഡിറ്റേഷൻ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമുക്ക് മാജിക് നടക്കില്ല, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രാക്ടീസ് ആണ്, ടഫ് ഒന്നുമില്ല, നമുക്ക് പണിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല.
എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഡെയിലി നേരത്തോടെ രാവിലെ എണീക്കുക, അല്ലെങ്കിൽ ഉറങ്ങാൻ പോണ നേരത്ത് ഈ സമയം 2 നേരത്തും നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിനെ അങ്ങനെ കാമാക്കിയിട്ട് മനസ്സിനെ കാമാക്കാം, മൈൻഡിനെ നമുക്ക് കാമാക്കിയിട്ട് ഉള്ളിലേക്ക് പോസിറ്റീവ് തന്നെ പറയാം. ഐ എം ഹെൽത്ത്, ഇതുപോലെ ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി, ഐ എം വിന്നർ, ഐ എം ദ ബെസ്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു പെട്ടെന്ന് ഫസ്റ്റ് പറയുമ്പോൾ മൈൻഡ് പറയും, ഫസ്റ്റ് മൈൻഡ് നമ്മളോട് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ പിന്നെ പറഞ്ഞ് ഒരു 1 month ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇതുമായിട്ട് കണക്ട് ആയി മാറും. അപ്പൊ ഞാൻ പറഞ്ഞ അഫർമേഷൻ ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ എം എ വിന്നർ, ടുഡേ ഇസ് മൈ ഡേ, പിന്നെ ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ. ഇത് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ കണക്ട് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ആകുമ്പോൾ നമ്മൾ കണക്ട് ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ മൈൻഡും ബോഡി കണക്ട് ആവും. അപ്പോൾ നമ്മുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പരിഹാരം കിട്ടിറങ്ങും. ഇപ്പോൾ പല ആളുകളും ചിലപ്പോൾ സങ്കടപ്പെട്ടുണ്ടാവും. ഇവിടെ നമ്മളെ ഗ്രൂപ്പിലുണ്ട് ഒരുപാട് പേരുണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ആൻസർ ഇല്ല ലൈഫിൽ. അവരിങ്ങനെ ഭയപ്പെട്ടിട്ടും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം, പേഴ്സണലി അറിയാം. അപ്പോൾ അവർക്കൊക്കെ ഒരു ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും കുറച്ച് കഴിയുമ്പോൾ. അതാണ് പ്രത്യേകത. അപ്പൊ നമുക്കൊരു ആൻസർ വേണമെങ്കിൽ നമ്മുടെ മൈൻഡ് ബോഡി കണക്ട് ആകുമ്പോൾ ആൻസർ കൊണ്ട് തരും. ഈ ആൻസർ കിട്ടുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭയമാണ്. പലപ്പോഴും ഭയം ഉള്ളപ്പോൾ നമുക്ക് ഒന്നും വർക്ക് ചെയ്യില്ല, ഓപ്ഷൻസ് അടയും, നമ്മുടെ മൈൻഡ് അടയും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും മൈൻഡിന് എപ്പോഴും സംഭവം ഉണ്ട്, എപ്പോഴും കംഫർട്ട് സോൺ നിൽക്കണം, കംഫർട്ടായിട്ട്. അവിടെ നിന്ന് മാറില്ല ആള്, പുറത്തേക്ക് വരില്ല അങ്ങോട്ട് പെട്ടെന്ന്. നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ആൾ ഓടിപ്പോകും അങ്ങോട്ട്, അല്ലേ? ഇപ്പൊ നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ചെന്ന് കഴിഞ്ഞാൽ ആൾ ഓടും. നമ്മളുണ്ടാവും അവിടെ, നമ്മൾ ബോഡി ഉണ്ടാവും അവിടെ, പക്ഷെ നമ്മള് മൈൻഡ് ഉണ്ടാവില്ല, മൈൻഡ് പോയി ഉണ്ടാവും വേറെ ഇടയ്ക്കൊക്കെ. ജെംബ്രോ ഒക്കെ ഇപ്പോൾ സംസാരിക്കും, അല്ല ഒരു കുറച്ച് നമ്മളെപ്പോഴത്തെ ഒരു വേറെ ആൾക്കാര് ഫസ്റ്റ് പോയി നിന്ന് പേടിക്കില്ല ഫസ്റ്റ്, അല്ലേ? ശരിയല്ല പറഞ്ഞത്? ഒരു സ്റ്റേജിൽ അപ്പൊ നമ്മളുണ്ട് അവിടെ, യെസ് ബോഡി ഉണ്ട് അവിടെ, പക്ഷെ മൈൻഡ് ഓടിപ്പോയി ഉണ്ടാണ്. അപ്പൊ മൈൻഡ് നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സംസാരിക്കും കറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മള് ചിലപ്പോൾ പേര് മറന്നു, ഞാൻ മറന്നു പോയിട്ടുണ്ട് പേരൊക്കെ, പതറിയിട്ടുണ്ട് ഫസ്റ്റ് ഒക്കെ അങ്ങനെയൊക്കെ ആയപ്പോ പതറും. അപ്പൊ അത് നമ്മൾ മൈൻഡ് പോയി. അപ്പൊ നമ്മൾ മൈൻഡിനെ നമ്മൾ കാമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ. അപ്പൊ നമുക്ക് ലീഡർ ആവണം, എനിക്ക് ലീഡർ ആവുന്ന ആഗ്രഹമുണ്ട്. എങ്കിൽ ലീഡർ ആവണം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിന് ഒരിക്കലും ഈ ലാംഗ്വേജ് അറിയില്ല, മലയാളമോ ഇംഗ്ലീഷോ പറഞ്ഞാൽ മനസ്സിലാവില്ല ആൾക്ക്, കുട്ടികളെ പോലെ തന്നെയാണ് സംഭവത്തിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കണ്ണടയ്ക്കുക, കാണാം, ഒരു സ്റ്റേജ് കാണാം, ക്രൗഡ് ആൾക്കാരിങ്ങനെ കാണാം, എന്നിട്ട് സംസാരിക്കുന്ന പോലെ കാണാം. നമ്മൾ സംസാരിക്കും ഇങ്ങനെ ഡെയിലി ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് തനിയെ ഇങ്ങനെ വരികയും ചെയ്യും, നമ്മൾ അതായത് തീരും. അപ്പോ നമുക്ക് ആരാനാവാൻ ആഗ്രഹം ഇപ്പോഴായി തീരുക, ഓക്കെ, ഇപ്പൊ ആയി തീരുക, ആള് ഇപ്പൊ അങ്ങനെ ആവുക. അപ്പൊ നമ്മൾ എന്നും കാണാം, മനസ്സിൽ കാണുക. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഇത് ശരിയാണോ, അത് റിയൽ ആണോ എന്ന് ചിന്തിക്കുക. അപ്പൊ റിയലോ ഫേക്ക് അറിയില്ല സബ് കോൺഷ്യസ് മൈൻഡിന്. മൂപ്പര് വിശ്വസിക്കും, സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിച്ചാൽ അറിയാലോ സംഭവം നമുക്ക് നടത്തി തരും. അപ്പൊ അങ്ങനെ തീരും നമ്മള്. അപ്പൊ നമ്മുടെ മൈൻഡ് നമ്മളുമായി കണക്ട് ആക്കുന്ന നമ്മളെ ലക്ഷ്യം. കണക്ട് ആക്കുക വെച്ചാൽ നമ്മൾ ബോഡി മൈൻഡ് പറയുന്ന കാര്യം ഫസ്റ്റ് നമ്മൾ കേൾക്കൂല. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ പോയി പറഞ്ഞാൽ അവർ പെട്ടെന്ന് കേൾക്കുന്നു പറഞ്ഞു തന്നു, പക്ഷെ അവർ നമ്മൾ കാണിച്ചു വെക്കുന്നു. എന്നും മാതാപിതാക്കളാകുമ്പോഴേലും മക്കള് അമ്മ അച്ഛനും എന്ന് വഴക്കുണ്ടാവണമെങ്കിൽ അത് അവരും അങ്ങനെ സ്നേഹം മാറും. അപ്പൊ അവർ സ്നേഹമാണെങ്കിൽ അവർ സ്നേഹമായി മാറും. അതുപോലെ നമ്മൾ മൈൻഡിന് പറയാം അങ്ങനെ കൂടുതൽ പോകണില്ല, അവിടേക്ക് എത്തിക്കുന്നില്ല. അപ്പൊ ഇത് പറയാം, മൈൻഡിനോട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. മൈൻഡിനോട് എപ്പോഴും ഇങ്ങനെ കാണിച്ചു വെക്കുക, എപ്പോഴും കാണിച്ചു വെക്കുക ഞാൻ വലിയ ആളാണ്. എങ്കിൽ ഞാൻ വലിയ ആൾ വെച്ചാൽ ഇതല്ല പറയുന്നത്, നമ്മളെപ്പോഴും നമ്മളിൽ വലിയ ആളാണ്, വലുതാണ്, ഞാൻ പവർഫുൾ ആണ്, ഞാൻ ജീനിയസ് ആണ്, ഞാൻ ശക്തനാണ്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ കോൺഫിഡന്റ് ആണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. പറഞ്ഞു വരുമ്പോൾ ഒരു 1 month മുൻപ് തന്നെ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഫലം കിട്ടി തുടങ്ങും. പറയാം നിരന്തരം. പിന്നെ കാണാം, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക, എന്നും കാണാം. കണ്ട് വരുമ്പോൾ നമ്മളിലേക്ക് സംഭവം ഇങ്ങനെ വരും. നമുക്ക് എനിക്കുണ്ടായ അനുഭവം പറയുന്നത്, ഞാൻ ഡെയിലി കണ്ടിരുന്നു ഇങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് ആയിട്ട്. എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് ഒരുപാട് കിട്ടിക്കാൻ ലൈഫിൽ, അതുപോലെ നമുക്കും കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ കണക്ട് ആക്കാം. എങ്ങനെ കണക്ട് ആക്കണം? അപ്പൊ ഇങ്ങനെ ഡെയിലി പറയാം, ഞാൻ വലിയ ആണെന്ന് പറഞ്ഞു കണക്ട് ആവും. ഇനി അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ പോകും, രാത്രി ഉറങ്ങാൻ പോകുന്ന നേരത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്, എനിക്കിപ്പോ ഒരു പ്രോബ്ലം വന്നു. അപ്പൊ ഈ പ്രോബ്ലത്തെ സൊല്യൂഷൻ കിട്ടും നമുക്ക് അവിടെ കുറച്ച് കഴിയുമ്പോൾ, ഉറക്കത്തിൽ എണീറ്റ് വരുമ്പോൾ സൊല്യൂഷൻസ് വരും. അതിന്റെ നമുക്ക് എന്താവശ്യമൊക്കെ കിട്ടും നമുക്ക്. പിന്നെ ടെലപ്പതി സംഭവം വർക്ക് ആവും നമുക്ക്. ഇപ്പൊ നമ്മളുടെ മൈൻഡും വേറെയുള്ള മൈൻഡും, ഇപ്പൊ നമ്മളെങ്ങനെ വിട്ടുപോയ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് കണക്ട് ആവുന്ന മൈൻഡ്, അതും നടക്കും അവിടെ. അത് ഏറ്റവും വലിയ, അത് നമുക്ക് എല്ലാം വേണ്ട. ഇവിടെ കുറെ പേരൊന്നും ലൈനെ വന്നിട്ടില്ല. ആ സംഭവം വർക്കൗട്ട് നിങ്ങൾക്ക് മൈൻഡും ബോഡിയും കണക്ട് ആയി കഴിഞ്ഞാൽ ആ സംഭവം നടക്കും. ടെലപ്പതി എന്ന സംഭവം ഉണ്ട്. നമ്മുടെ മൈൻഡിലുള്ള തോട്ട് മാറുമ്പോൾ നമ്മുടെ ആ പോയ വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടാവും, അവരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം,
നിരന്തരം ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു തോട്ട് കണ്ടുകൊണ്ടിരിക്കാം എന്നും. ഇപ്പോൾ എൻ്റെ ഒരു ഗേൾഫ്രണ്ടുമായിട്ട് പിരിഞ്ഞു പോയി. ഞാൻ എന്ത് ചെയ്യും, ഞാൻ രാത്രി രാവിലെ ഇരുന്നിട്ട് ഈ സംഭവം ചെയ്യുക. ഞാൻ കാണുന്നു ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹവും ആ വ്യക്തിയുമായിട്ടുള്ള കെയറിങ്ങും ആ വ്യക്തിയുമായിട്ടുള്ള ലവിങ്ങും അപ്പോൾ കൂടെ നടക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. കണ്ട് വരുമ്പോൾ വ്യക്തി നമ്മളിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരും. നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇത് മാത്രം ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരും. ആ സംഭവം വളരെ പവർഫുൾ മൈൻഡിന്റെ ശക്തിയാണത്. നമുക്ക് കിട്ടിയ ഏറ്റവും അനുഗ്രഹമാണത് മൈൻഡിന്റെ ശക്തി. നമ്മളത് റീയൂസ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. ഇവിടെ പറയാറില്ല, നമ്മുടെ എന്റെ മൊബൈലുണ്ട് കയ്യിൽ. ഈ ഫോണ് ഇതിപ്പോ നെറ്റ് ഓണാക്കില്ലെങ്കിൽ ഇത് ഉപകാരമില്ല. എനിക്കൊരു ഉപകാരം ഉണ്ടാവില്ല ഫോണ്, അല്ലേ? നിങ്ങൾക്ക് ഉപകാരം എനിക്ക് ഉപകാരം ഉണ്ടാവില്ല. കോൾ വേണമെങ്കിൽ, പക്ഷെ വേറെ ഉപകാരം ഇല്ലേ ഫോണ്. നെറ്റ് ഉണക്കുന്ന സംഭവം ഒരു പവർഫുൾ ആയില്ലേ സംഭവം ഫോണ് ആയില്ലേ? നെറ്റ് ഉണക്കിയപ്പോൾ നമുക്ക് എല്ലാം കിട്ടി. ഇത് നിങ്ങൾക്കൊരു ഫസ്റ്റത്തെ അമേരിക്കൻ പ്രസിഡന്റ് വെച്ചാൽ പറയാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ആരാണ് നമ്മൾ ഫസ്റ്റത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. പക്ഷെ ഇത് ഓണാക്കിയാലും കിട്ടും, നെറ്റ് ഓണാക്കിയാലും. അപ്പൊ അങ്ങനെ ഒരു കാലം കിട്ടും നമുക്ക് ലൈഫിൽ. ഇപ്പൊ പിന്നെ ഏക സൂപ്പറായി. അപ്പൊ അതിനേക്കാളൊക്കെ പവർഫുൾ സംഭവം ഉള്ളിൽ ഇവിടെ കിടക്കണത്. അപ്പൊ അവിടേക്ക് എത്താന്നുള്ള ലക്ഷ്യം. അപ്പൊ എത്രയും നമ്മൾ എന്ത് ചെയ്യുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യാം. എന്നും പ്രാക്ടീസ് ചെയ്യുക ഈ സംഭവം. പ്രാക്ടീസ് ഡെയിലി വർക്ക് ചെയ്തോണ്ടിരിക്കുക, നിർത്താതെ. ഇതേ വലിയ പണിയൊന്നുമില്ല, നമുക്ക് കഷ്ടപ്പാട് ചെയ്യേണ്ട ആവശ്യമില്ല, കളക്കേണ്ട ആവശ്യം വരുന്നില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മൈൻഡിനെ കാമാക്കാം. അപ്പൊ നമ്മൾ മൈൻഡ് ഫസ്റ്റ് കിടക്കുന്നത് നെഗറ്റീവായിട്ട് എടുക്കണം. മൈൻഡ് നെഗറ്റീവ് എടുക്കണ്ടാവും. അപ്പൊ ഈ നെഗറ്റീവ് മാറ്റാന്നുള്ള നമ്മൾ ലക്ഷ്യം. അപ്പൊ ഫസ്റ്റ് നമ്മള് പറയാറില്ല, നമ്മുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചതുപ്പ് നിലമാണ്. ചതുപ്പ് നിലത്തിൽ നമ്മൾ ഇങ്ങനെ കിളച്ച് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ നല്ല നല്ല വിത്തുകൾ പാകി ആ വിത്തുകൾ വന്ന് നല്ല ഇതായി മാറും, നല്ല ഫലമായി മാറുമ്പോഴാണ് മൈൻഡ് നമ്മുടെ അവിടെ ഫലം കിട്ടുള്ളൂ നമുക്ക്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, മൈൻഡ് ഇങ്ങനെ ചതുപ്പുള്ള മൈൻഡിന് നമ്മൾ എന്ത് ചെയ്യാം, എപ്പോഴും ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത് മൈൻഡ് സൂപ്പറായി മാറും, കാമായി മാറും. ഒരു നല്ലൊരു പാത്ത് ക്രിയേറ്റ് ആവും അവിടെ. പാത്ത് ക്രിയേറ്റ് ചെയ്തതിനെ പിന്നെ നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നതൊക്കെ സൂപ്പർ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡിനെ എപ്പോഴും, പിന്നെ കാര്യം മൈൻഡിനെ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. നെഗറ്റീവ് സംഭവം പറയാനേ പാടില്ല നമ്മുടെ ലൈഫിൽ. നെഗറ്റീവാണ് പലപ്പോൾ നമ്മൾ തകർക്കണത്. നമുക്കിപ്പോ ഒരു മഴ പെയ്താൽ പോലും നമുക്ക് നെഗറ്റീവ് പറയാൻ പലരും. നോ വേ, പറയരുത്, ഒരിക്കലും പറയാം നെഗറ്റീവായിട്ട് മൈൻഡിനോട്. മൈൻഡ് പറഞ്ഞത് വിശ്വസിക്കരുത് സംഭവം. നമ്മൾ എന്ത് ചെയ്യുക, മഴയെ നമ്മൾ അനുഗ്രഹമായി കാണുക, അത് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർഗിവ്നെസ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഫോർഗിവ്നെസ് എന്ന സംഭവം. നമ്മളുടെ ഇപ്പോൾ ഒരു വ്യക്തി പണ്ട് പറഞ്ഞിട്ടുണ്ടാവും, പണ്ട് നമ്മൾ ആരുടെങ്കിലോ നമ്മളോടോ തെറ്റായെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നിന്നെ കാണാൻ കൊള്ളില്ല, നീ ഒന്നിനും കൊള്ളില്ല, നീ ഒന്ന് നന്നാവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സാരില്ല, പോട്ടെ, അങ്ങനെ പറയാം. ആ വ്യക്തി ഒന്ന് പറഞ്ഞു പോയി, അന്ന് പറഞ്ഞാലേ സാരില്ല, പോട്ടെ, ഞാൻ ക്ഷമിച്ചു വ്യക്തിയോട്. നമുക്ക് ഇപ്പോൾ ഉണ്ടാവും ഉള്ളിൽ ഇങ്ങനെ വേദന. ആ വ്യക്തി ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും, നമ്മളിൽ നീർക്കെടുക്കുന്നുണ്ടാവും വേദന. അവർക്കൊന്നും ഉണ്ടാവില്ല, നമുക്കുണ്ടാവുള്ളത്. നമ്മൾ ക്ഷമിക്കാം. അന്ന വ്യക്തി അറിവിൽ പറഞ്ഞു പോയി, നമുക്കിത് മാറ്റാന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഉള്ളിലും എന്നും ഇരുന്ന് കണ്ണടച്ച് കാണാം, ആ വ്യക്തിയുമായി ക്ഷമ തോന്നിക്കുന്ന കണ്ടുകൊണ്ടിരിക്കാം. കണ്ട് നമ്മളിത് ആയിത്തീരാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഫോർഗിവ്നെസ് സംഭവം. അത് കാരണം ട്രോമ ഉണ്ട്, പലപ്പോഴും പല ട്രോമകളുണ്ട് പഴയത്, അത് മാറ്റുക. നെക്സ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം. എപ്പോഴും നന്ദി പറയാം. നന്ദി എന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്ദി പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ അവൻ നല്ലവനായിരിക്കും. അത് പറഞ്ഞ രീതി തരാണ്, നന്ദി പറയുന്നത് നല്ലവനാണ് എപ്പോഴും. അത് ചിലപ്പോൾ നമുക്ക് ഫാമിലിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പറയുക, അതിൽ പറഞ്ഞ് നന്ദി പറയാ. അപ്പോ ഞാൻ എന്റെ കഥ പറഞ്ഞുതരാം. ഞാൻ ഒരു ദിവസം കടയിൽ പോയി തുറന്നു. കടയിൽ പോയ സമയത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. ചേച്ചി ഇങ്ങനെ അവിടെ നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്നു കടയില് ചേച്ചി. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു. ചേച്ചി അപ്പത്തിന് ഭയങ്കര എന്തോ മുഖത്തപ്പത്തിന് പ്രസന്നം അങ്ങ് വന്നു, ഇങ്ങനെ പെട്ടെന്ന് തന്നെ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്കറിയാം അങ്ങനെ പറഞ്ഞ ഓക്കെ എന്നുള്ളത്. പറഞ്ഞപ്പോഴേക്കും ആളുടെ മുഖം മാറിപ്പോയി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കിനുള്ള ഒരു പവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ അങ്ങനെ പറയാം, അതും പറയണം, അത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ് പറയണം. അപ്പോൾ നന്ദി പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്ദി പറയാം എപ്പോഴും. നമ്മുടെ ചെറിയൊരു വ്യക്തിയായാൽ പോലും, നമ്മളിപ്പോ ഞാനൊരു മാനേജറാണ്, ബോസാണ്. എന്റെ എംപ്ലോയീസിനോട് എപ്പോഴും നമ്മൾ നന്ദിയോടെ പെരുമാറും. അല്ലെങ്കിൽ ഡാ പോ അങ്ങനെ പറയാതെ അതിന്റെ പേര് പറയാം. എന്തെങ്കിലും പേരുണ്ടെങ്കിൽ രാജീവ് എന്നോ പേരുണ്ടെങ്കിൽ രാജീവ് താങ്ക് യു സോ മച്ച് പറയാം. എന്തെങ്കിലും ചായ താങ്ക് യു സോ മച്ച് പറയാം. അത് ഹാബിറ്റ് ആക്കാൻ മാറ്റാം. ഫസ്റ്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ചമ്മലൊക്കെ നമുക്ക് തന്നെ വരും. പിന്നെ പറഞ്ഞ് അത് നമുക്ക് ഹാബിറ്റ് ആക്കി മാറ്റാം. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പ്രാർത്ഥന. അത് നമുക്കല്ല പ്രാർത്ഥിക്കണം. നമുക്ക് കരഞ്ഞിട്ട് ദൈവമേ അങ്ങനെ പ്രാർത്ഥിക്കണ്ട. സിമ്പിൾ ആയിട്ടിരുന്നിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് നമുക്ക് ഹാപ്പിയായി പ്രാർത്ഥിക്കാം, സന്തോഷത്തോടെ നമ്മളുടെ ഉള്ളിനെ ഫീൽ ആക്കിയിട്ട്. അവർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടുതൽ ആരാണോ അവർക്ക് പ്രാർത്ഥിക്കാം. അത് ചെയ്യാൻ ശ്രമിക്കാം.
അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിലെ ഏറ്റവും നല്ല ഹാബിറ്റ് ആണ്. നമ്മളുള്ള അസൂയ, വാശി, ദേഷ്യം, പക, കുറ്റബോധങ്ങള്, പിന്നെ എന്തൊക്കെയാ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുടെ ഒക്കെ മാറുന്നത്. എന്റെ അനുഭവം പറയണതാണ്, സത്യം പറയണതാണ്, അത് വെറുതെ പറഞ്ഞല്ല. എല്ലാം മാറും. പ്യുവർ സോളായി മാറും നമ്മൾ, പ്യുവർ സോള് നമ്മളിലേക്ക്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ മാഗ്നറ്റ് മാറും, ഭയങ്കര വലിയ കാന്തം മാറും, സൂപ്പർ കാന്തം അങ്ങനെ മാറും. അപ്പൊ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മളെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തിയോട് എപ്പോഴും പ്രാർത്ഥിക്കുക. ആ വ്യക്തി കാണുമ്പോൾ പ്രാർത്ഥിക്കുക, വേറെ കാണുമ്പോൾ പ്രാർത്ഥിക്കുക, ഗോഡ് ബ്ലെസ് യു എന്ന് പറയാം, ഗോഡ് ബ്ലെസ് ഹിം എന്ന് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും പറയാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്താണ് ദാനശീലം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്റെ ലൈഫിലും ഇമ്പോർട്ടൻ്റ് ആണ് ചെയ്തിട്ടുണ്ട് ദാനം, കൊടുക്കുക. ഇപ്പൊ നമ്മളിപ്പോ ചിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ താൻ ചിരിക്കൂലേ? ഓപ്പോസിറ്റ് ആള് ചിരിക്കും. ആള് കളിപ്പെട്ടു അവിടെ ഇല്ല, ജയമ്പറാണ് ചിരിക്കാറില്ല എപ്പോഴും. അതുപോലെ നമ്മൾ ചിരിക്കും. അപ്പൊ ചിരിക്കുന്ന ആൾ നമ്മൾ ചിരിക്കും എന്തായാലും. അത് അപ്പോ നമ്മൾ ചിരിക്കുമ്പോൾ അവരും ഹാപ്പിയാവും. കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയില്ലേ, കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്താ കൊടുക്കാം നമുക്ക്? അപ്പൊ നിങ്ങൾക്ക് ഒന്നുമില്ല കൊടുക്കാനായിട്ട്, ചിരി കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് അനുഗ്രഹം കൊടുക്കാം, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, നന്ദി കൊടുക്കുക. ഇതൊക്കെ കൊടുക്കാൻ പറ്റൂട്ടാ. നമ്മൾ പറയുന്ന പോലെ പണം കൊടുക്കാന്നുള്ളതൊന്നുമില്ല. ഇതും കൊടുക്കാം നമുക്ക്. നന്ദി കൊടുക്കുക, അനുഗ്രഹം കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക, ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നല്ലേ. ഇങ്ങനെ കൊടുത്തു വരുമ്പോൾ നമ്മൾക്കത് ലഭിക്കും. ഇനി നമ്മൾക്ക് പണം ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇപ്പല്ലേ നിങ്ങൾക്ക് ശമ്പളം ഒരു 10,000 രൂപ ഉണ്ട്, 100 രൂപ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ആരെങ്കിലും? എന്ത് ചെറിയ കാര്യം, വലിയ കാര്യം അല്ലേ 100 രൂപ കൊടുക്കാൻ വെച്ചാൽ, ചെറിയ കാര്യം അത്. പക്ഷെ കൊടുക്കുമ്പോൾ ഫീലിങ്സ് കൊടുക്കുമ്പോഴല്ലോ നമ്മൾ വേറെ ലെവലായി മാറും, ചിത്തായി മാറും, നമ്മൾ ഭയങ്കര പവർഫുൾ ആയി മാറും നമ്മള്. ഞാൻ ചെയ്യാറുണ്ടെന്ന് പണ്ട്. എനിക്ക് പൈസ കിട്ടിയാലും ഞാൻ കൊടുക്കും ആൾക്കാർക്ക്, ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. പാവങ്ങളായി നോക്കിയാൽ മതി. നമ്മള് ഒരു അസുഖബാധിത ആൾക്കാർക്ക് കൊടുക്കുക പൈസ, അല്ലെങ്കിൽ വല്ല ചാരിറ്റിക്കോ കൊടുക്കാൻ ശ്രമിക്കുക. കുറച്ച് പൈസ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉള്ള മൊത്തം കൊടുക്കാല്ലോ പറയേണ്ടത്, അതിനെക്കുറിച്ച് കുറച്ച് കൊടുക്കുമ്പോൾ ഹാപ്പി ആയിട്ട് സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഇതായി മാറും. ബൈബിൾ പറയണ്ടല്ലോ, കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പറയാറില്ലേ? നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ പറയാനില്ലേ ബൈബിളില്, ഉള്ളവൻ നൽകപ്പെടും, ഉള്ളത് കൊണ്ട് എടുക്കപ്പെടുന്നത് പറയുന്നത്. അതുപോലെ നമുക്ക് ഉള്ളത് കൊടുക്കാം. കൊടുക്കും തോറും നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ദാനശീലം എന്ന് പറയുന്ന സംഭവം. ദാനം കൊടുത്തുകൊണ്ടിരിക്കുക. എന്തായാലും സ്മൈലോ, അനുഗ്രഹമോ, പ്രാർത്ഥനയോ, ഫോർഗിവ്നെസ്സോ, ക്ഷമയോ, ഗ്രാറ്റിറ്റ്യൂഡോ കൊടുക്കാം. പണം, എന്തും കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് അറിവും കൊടുക്കട്ടോ. ഞാൻ കൊടുക്കുന്ന അറിവ് കൊടുക്കാം. ഇതൊക്കെ കൊടുക്കുമ്പോണ്ടല്ലോ ഇവിടേക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറയും, എന്റെ യജമാനൻ ഇങ്ങനെ കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പൊ കൊടുക്കുമ്പോൾ നമുക്ക് അബണ്ടൻസ് മനസ്സിൽ വരുമല്ലോ. അപ്പൊ തന്നുകൊണ്ടിരിക്കും പിന്നെ. അതാണ് നമ്മുടെ മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിമയാണ്, നമ്മളാണ് യജമാനൻ. നേരെ തിരിച്ചാവാൻ പാടില്ല. നമ്മൾ അടിമയാവാൻ പാടില്ല. നമ്മളാണ് യജമാനൻ. അങ്ങനെ ആയി മാറാം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ നോക്കി വെച്ചോ, എഴുതി വെച്ചോ ആവശ്യമുണ്ടെങ്കിൽ. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഫോർഗിവ്നെസ് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ദാനം പറഞ്ഞു, പിന്നെ എന്തൊക്കെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പൊ ചെയ്യേണ്ട കാര്യം വെച്ചാൽ മൈൻഡിനെ നമ്മളിലേക്ക് കണക്ട് ആക്കുക എന്നുള്ളതാണ്. മൈൻഡ്, ബോഡി, സോൾ വേണം കണക്ട് ആക്കിയപ്പോൾ മൈൻഡും ബോഡിയും കണക്ട് ആക്കുക. കണക്ട് ആക്കുമ്പോൾ നമ്മളുടെ ആവശ്യമുള്ളതെല്ലാം വരും, ആവശ്യമുള്ളതൊക്കെ പോവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് പോയിന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് 30 days ചെയ്യാം. ഉള്ളിലേക്ക് പവർഫുൾ ആയിട്ട് കൊടുക്കുക, അഫർമേഷൻ പറയുക. ഐ എം സ്ട്രോങ്, ഐ എം എ വിന്നർ, ഐ എം ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഇതങ്ങനെ പറഞ്ഞ് ഐ എം കോൺഫിഡന്റ് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, മുഷ്ടി ചുറ്റി ഇങ്ങനെ പറഞ്ഞു, ഓൺലൈൻ സ്ഥിതി പറഞ്ഞു പവർഫുൾ ആയിട്ട്. അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് മാറി ഒരു പ്രത്യേക വൈബായി മാറും. നമ്മുടെ എല്ലാം മാറും. ലുക്ക് മാറും, നമ്മുടെ സ്വഭാവം മാറും, മീൻസ് നമ്മുടെ വരുമാനം മാറും. അതറിയോ നിങ്ങൾക്ക്? വരുമാനം മാറും നിങ്ങളുടെ. ഇന്നത്തെ വരുമാനം നിങ്ങൾ മാറും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെയുള്ള ബന്ധങ്ങൾ വർദ്ധിക്കും, ഹെൽത്ത് വർദ്ധിക്കും, അങ്ങനെ പല മേഖല നിങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങും. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് മൈൻഡിനെ പിടിച്ചു കെട്ടുക. ആനയൊക്കെ പിടിച്ചു കെട്ടില്ല, അതുപോലെ കിട്ടാം. ആന ഇപ്പോ ആനെന്ന് പറഞ്ഞ ആൾക്ക്, ആനയ്ക്കും ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഉണ്ടെങ്കിലും അവരുടെ മൈൻഡ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ആനയ്ക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മാറ്റാൻ പറ്റും, ഇല്ലേ? നമുക്ക് മാറ്റാൻ പറ്റും. ആനയ്ക്ക് ആനയെ മാറ്റാൻ വേറെ വേണം. നായനെ മാറ്റണമെങ്കിൽ ഒരു ട്രെയിനർ വേണം, നിർബന്ധം. നമുക്ക് ട്രെയിനർ ഉണ്ടെങ്കിൽ നമുക്ക് സ്വയം മാറാൻ പറ്റും, നമുക്ക് പറ്റും, ഓക്കെയാണ്. പക്ഷെ നമ്മളത് മാറ്റിയെടുക്കുക നമ്മളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ പറഞ്ഞുകൊണ്ടിരിക്കും ഉള്ളിലേക്ക്. ആന ഫസ്റ്റൊക്കെ ഇങ്ങനെ ഇളകും, ഇതൊക്കെ ലാസ്റ്റിൽ കുറ്റി കെട്ടിയിട്ട് അവിടെ ഇരിക്കും. അപ്പൊ അതുപോലെ നമ്മളായി മാറാം. പിടിച്ചു കെട്ടാം മൈൻഡിനെ. ഇവിടെ നിക്കടാ, ഞാൻ പറയുന്നത് കേൾക്കട്ടാമെന്ന് പറയാം. അങ്ങനെ അതിനെ മെഡിറ്റേഷൻ പറയാം. മെഡിറ്റേഷൻ ചെയ്ത് കറക്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമ്മളുമായിട്ട് കണക്ട് ആവും. ഇപ്പൊ എനിക്ക് പോലും എന്റെ പല മേഖലകളിൽ എനിക്ക് നടക്കുന്നുണ്ട്. പല മേഖലകളിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും നടക്കും.
അപ്പോൾ സെറ്റായിട്ട് ചെത്തായിട്ട് പോവാ നമ്മള്. ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് തന്നെ ഓർമ്മയിൽ പറഞ്ഞ എന്താണെന്നുള്ളത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി പിന്നെയും കാണുക, അത് പിന്നെ എഴുതിയെടുക്കുക, പിന്നെയും കണ്ടുപിടിക്കുക. കാരണം ഈ വീഡിയോസ് ഒക്കെ വീണ്ടും വീണ്ടും കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക സംഭവങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഇത്ര നേരത്തേക്ക് മതി. ഈ ഡൗട്ട്സ് ചോദിക്കാം. ഡൗട്ട്സ്? ഞാൻ സ്പീഡിൽ പോയിട്ടുണ്ടാവാം, എനിക്കറിയാം. മനസ്സിലാവാണ്ടായിട്ടുണ്ടാവാം, ഇതും അറിയാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും കാണുക, വീഡിയോ കണ്ട് മനസ്സിലാവുള്ളൂ. അതിന് ഇമ്പോർട്ടൻറ്റ്. കാരണം ജംബ്രോ മൈക്ക് ഓഫ് ഉണ്ടോ? ഓക്കെ നല്ലതായിരുന്നു. കാരണം നമ്മള് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ വരിക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണ്ടേ. മെഡിറ്റേഷൻ അഫർമേഷൻ. മെഡിറ്റേഷൻ ഞാൻ പറ്റി പറഞ്ഞിട്ടില്ല, ഞാൻ കൂടുതൽ പറഞ്ഞ അഫർമേഷനെ പറഞ്ഞിട്ടില്ല. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യണം, അത് പൈസ കൊടുത്ത് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് പൈസ വേണമല്ലോ, ചിലവാണല്ലോ. പക്ഷെ ഇത് പൈസ ഇല്ല, നമുക്ക് ഫ്രീ ആണല്ലോ. നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം, കുഴപ്പമില്ല, നല്ലതാണത്. കാരണം മെഡിറ്റേഷൻ ഒരു പൈസ കൊടുക്കുക, ജോയിൻ ചെയ്യാം. രാവിലെ 6:30 മെഡിറ്റേഷൻ ഉണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞുതരും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം, ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു എല്ലാവർക്കും. നല്ലൊരു ഐഡിയ ആണത്. അത് പലതരം മെഡിറ്റേഷനൊക്കെ, ഡെയിലി വേറെ മെഡിറ്റേഷനൊക്കെ ആയിരിക്കും. അപ്പോ ഞാൻ ഈ പറഞ്ഞ ഓരോ മേഖലകളിലും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളൊരു സർക്കിൾ പോലെ ഇങ്ങനെ ചെയ്യാം. സർക്കിൾ മീൻസ് നമ്മളുടെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ മേഖലയും നമുക്ക് വേണം. മറ്റേ ജോക്കറല്ല, മറ്റേ പന്ത് ജോക്കറാണോ? ജോക്കർ കളിക്കില്ല, ഇങ്ങനെ മറ്റേ പന്ത് കളിക്കുന്നത്, ഇങ്ങനെ കുറെ പന്ത് വെച്ച് കളിക്കുന്ന പോലെ. അതുപോലെ ഓരോ മേഖലയിലും നമുക്ക് സെറ്റ് ആയിട്ട് വേണം. നമുക്ക് ഒരു പന്ത് വെച്ചു, 2 പന്ത് പോവും, 3 പന്ത് പോവും, ഇങ്ങനെ ആക്കൂലേ കറക്കണത്. അതുപോലെ നമ്മൾ ഓരോ മേഖലയിലും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പോൾ നമുക്കത് ലഭിക്കും എന്തായാലും. പിന്നെ നമ്മളുടെ ഒരു എപ്പോഴും പ്രശ്നം വരുമ്പോൾ നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. നമ്മൾ എപ്പോഴും പ്രോബ്ലംസിനെ ചലഞ്ച് ആയിട്ട് എടുക്കുക. അതിനെ അതിന് നമുക്ക് നോക്കാതില്ല, എന്താണ് നമ്മളെ പ്രശ്നം വന്ന കാരണം നോക്കിയിട്ട് അതിന് നമ്മൾ പരിഹരിക്കാം. പ്രശ്നം വന്നു അയ്യോ എന്ന് പറഞ്ഞിരിക്കാതെ അത് സോൾവ് ചെയ്യാൻ അങ്ങനെ നോക്കുക, സോൾവ് ചെയ്യാം. അതിന് ഏറ്റവും വലിയ കാര്യം ചെയ്യാൻ ശ്രമിക്കാം. എങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വരും തോൽവി ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രശ്നം വന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. മറിച്ച് പ്രശ്നം വന്നു പോയി, ഇനി എന്ത് ചെയ്യുന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. പ്രോബ്ലം ഒക്കെ വരും, പ്രോബ്ലം വരണം. പ്രോബ്ലം വന്ന ലൈഫിൽ പ്രശ്നം എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഈ കാണുന്ന ലോകത്തിലെ പണക്കാർക്കും പ്രശ്നം ഉണ്ടാവും. പക്ഷെ നമുക്കിപ്പോ 10 രൂപ അല്ല 10,000 രൂപ മാസം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുണ്ടാവും. പക്ഷെ അവർക്ക് നഷ്ടം എത്ര ഉണ്ടായിട്ടുണ്ടാവും? സക്സസ് ആയ ആൾക്കാർക്കൊക്കെ ഉണ്ടാവില്ലേ? അവർക്ക് തോൽവി ഉണ്ടാവുണ്ട്, വിജയം ഉണ്ടാവുന്നുണ്ട്. നമുക്കത് അറിയുന്നില്ല എന്നുള്ളൂ. അവരിത് കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ ആ സംഭവങ്ങളൊക്കെ. അപ്പോ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എപ്പോഴും. ആ മൈൻഡിനെ എപ്പോഴും പിടിച്ചു കെട്ടാം. ആ ചെയ്തത് വരുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായ കാര്യം നടക്കും. നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് മാറും. എന്താ അശ്വതി മാം ഇത് പറയാണ്ടല്ലോ? യെസ്, എനിക്കറിയാം. ഹാപ്പി ആവണം. ജോലി കിട്ടുന്നെങ്കിൽ കുറച്ചുകൂടെ ഹാപ്പി ആയെന്നെ. ജോലിയൊക്കെ കിട്ടും, നിരന്തരം കണ്ടോണ്ടിരിക്കും. ഒരു ഒറ്റ കാര്യം മതി. നമ്മൾ എവിടെ പോകുമ്പോൾ ലീഡർ ഇപ്പൊ തന്നെ ലീഡർ ആവാൻ ശ്രമിക്കുക. നമ്മള് ജോലി കിട്ടിയിട്ട് ലീഡർ ആവുന്നല്ല വേണ്ടത്, ഇപ്പൊ ലീഡർ ആവുക. ലീഡർ എന്ന സംബന്ധം വലിയ അംഗീകാരമാണ് നമുക്കതില്ല. ലീഡർ ഇപ്പൊ ലീഡർ ആവണമെങ്കിൽ. കാരണം ഞാൻ പലപ്പോഴും എവിടെ പോയി ലീഡറാ, ഞാൻ എവിടെ പോയി ലീഡറാ, ഒരു കൂടുതൽ കൊണ്ട് ഞാൻ ലീഡറായി മാറും അവിടെ. അതെന്റെ ഒരു ഇങ്ങനെ ഈ മൈൻഡ് അങ്ങനെ മാറി. ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ലീഡറാണ്, എവിടെ പോകുമ്പോൾ ലീഡറാണ് പോകുമ്പോഴൊക്കെ. കാരണം ഞാൻ മൈൻഡ് സെറ്റ് അങ്ങനെ ആയി മാറി. എനിക്ക് ലീഡറിനെ എപ്പോഴും ഞാൻ ലീഡർ ആവാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ എപ്പോഴും എനിക്ക് ലീഡർ ആവണം, എവിടെ പോയി ലീഡർ ആവണം ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ലീഡറിനെ കണ്ടുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ലീഡറായി മാറി. ഇങ്ങനെ കരഞ്ഞപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്തിനാ ഞാൻ ജനിച്ചതെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഒരു നിമിഷം ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. പിന്നെ ഞാൻ ഓക്കെ. എവറിത്തിങ് ഹാപ്പൻസ്, എന്തെങ്കിലും ഒരു കാരണമുണ്ട്. ഒരു സോളാണ്. ഈ സോളിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് വന്നേക്കാണ് നമ്മൾ വിളിക്കുന്നത് ഈ ഭൂമിയിലേക്ക്. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്താനാണ് ഈ JP സാർ പറഞ്ഞു തരുന്നത്. മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. ചെയ്തു വരുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിൽ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്.
അത് വേണ്ട സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറക്കാം, പിന്നെ ഇവിടെ നിന്ന് പോവാ, ഞാൻ ഓടിപ്പിക്കത്തിന് പിന്നെ പറക്കണം, നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. അത് എന്റെ മനസ്സ് ഇങ്ങനെ പറഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടോ ഒന്നും തെറ്റിയിട്ടില്ല ഈ നിമിഷം വരെ. അപ്പൊ സാറ് ആ ഒരു നിലയിൽ എത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ സാറിന് വോയിസ് ഇട്ടത് തന്നെ. സാറ് എത്തിപ്പെടുമെന്നുള്ള. എത്തണം, നമ്മുടെ ലക്ഷ്യം തന്നെ അതല്ലേ, നമ്മളുടെ ആ ഒരു ഗോൾ ചെയ്യാൻ വലിയ ഗോളാണല്ലോ. അപ്പൊ എന്നും ഞാനും കാണുന്നുണ്ട് വരുമ്പോഴേ ഞാനൊന്ന് ഡൗൺ ആവുന്നേ സാർ, അല്ലാണ്ട് വേറെ പ്രശ്നമില്ല. ബാക്കി ഞാൻ പറയുന്ന അത് മനുഷ്യൻ അങ്ങനെയാണ്. എന്റെ കാര്യം യെസ്, മനുഷ്യന്മാർ എങ്ങനെയാണ്. നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവുന്നത്, ബാക്കി കാര്യം നോക്കാൻ ഭയങ്കര നമുക്ക് അല്ലേ. തീർച്ചയായിട്ടും അവിടെ നമ്മൾ സ്റ്റക്ക്, ബാക്കിയുള്ളൊക്കെ ഭയങ്കര ചടിക്കേറിയിട്ട് അവരുടെ കാര്യം എന്താണ് ഇവരുടെ കാര്യം എന്താണ് നോക്കി നടക്കും നമ്മള്. അവിടെ ഭയങ്കര സൂപ്പർ ആയിരിക്കും. നമ്മുടെ എന്നപ്പോ സ്റ്റക്ക് അത് എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അത് വേണ്ടത്. പറയാം ബ്രോ. മറ്റുള്ളവർക്കല്ല, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ നമുക്ക് പറ്റും, നമുക്ക് നമ്മുടെ സ്വയമാണ് നമുക്ക് പറ്റാതെ വരുന്നത്. വോയിസ് മ്യൂട്ടല്ലല്ലോ. ഞെട്ടിപ്പോയി. എന്റെ അമ്മ എന്നെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. നിനക്ക് എന്താ ഇങ്ങനെ പഴയ കിച്ചു ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞേ. നമ്മള് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നത് അതിന് നല്ലൊരു കാരണത്തിനാണ്. കറക്റ്റ് നമുക്ക് സമയത്ത് നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ നോക്കി ഇരിക്കും, ദൈവത്തിന് അറിയാം സമയം എപ്പോഴാന്നുള്ളതൊക്കെ. വെയിറ്റ് ചെയ്യുക, ആ സമയം നമുക്കിങ്ങനെ കയ്യിലേക്ക് വരും. അത് പ്രത്യേകത. നമ്മളിങ്ങനെ ലൈഫിൽ ഇങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടോ ഓൾറെഡി, നമുക്ക് കിട്ടണില്ല, ലൈഫിലേക്ക് ഒന്നും കിട്ടണില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ ഒരു സമയമാകുമ്പോ അങ്ങേര് നമുക്കിങ്ങനെ കൊണ്ടുതരും. ഇന്നാ JP അല്ലെങ്കിൽ ഇന്ന് അശ്വതി എടുത്തോളൂ, നിങ്ങൾ തന്നിരിക്കുന്നു പറഞ്ഞെങ്കിൽ തരും. അപ്പൊ ഇത് സ്വീകരിക്കാം. അത് അവസരമാണ് നമ്മളുടെ. അങ്ങനെ എടുക്കാം, അങ്ങനെ പറക്കാം, പോവാ. പിന്നെ നമ്മുടെ ലൈഫിൽ മെച്ചപ്പെട്ടു തുടങ്ങാം നമ്മൾ എപ്പോഴും. അതാണ് യെസ്, നമ്മൾക്ക് ലൈഫിൽ തളർച്ച വരും, പരാജയം വരും, കളിയാക്കും, കുറ്റപ്പെടുത്തും. ഇതൊക്കെ ലൈഫിൽ ഒരു ഭാഗമാണ്. ഇതൊക്കെ വരും, നല്ലതാണ് നിങ്ങൾക്ക്. എനിക്ക് ഒരുപാട് കുറ്റപ്പെട്ട് വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടുണ്ട്, ഫ്രണ്ട്സിൽ വന്നിട്ടുണ്ട്, ഭയങ്കര ലൈഫിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ അതൊക്കെ ചിന്തിച്ചപ്പോൾ തൊങ്ങിങ്ങടാവോ, ഒരിക്കലും ആവൂല. എനിക്ക് അന്നൊക്കെ ഇപ്പോഴും ആ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിലും, പക്ഷെ ഞാനിപ്പോഴും പറയാം, എനിക്ക് എന്നെ കാണാൻ ലുക്ക് ഇല്ല, എന്നെ കാണാൻ ഹൈറ്റ് ഇല്ല, എനിക്ക് വെയിറ്റ് എന്ന് പറഞ്ഞിരുന്നതിനാ ഒന്നും ആവൂല. JP എന്ന് പറഞ്ഞ ആള് ക്ലാസ് കൂടെ എടുക്കൂല വന്നിട്ട് ഈ കുറിച്ചിരിക്കും ഇപ്പോഴും. അപ്പോ ആ ചിന്താഗതി മാറ്റുക. ഞാൻ പവർഫുൾ ആണ് നമ്മൾ ഉള്ളിൽ പറയരുത് ഒരിക്കലും. ഇവിടെ പുറത്ത് ആൾക്കാർ പറഞ്ഞു പോട്ടെ അത് പറയപ്പോട്ടെ, പക്ഷെ നമ്മൾ പറയരുത് നമ്മുടെ അടുത്ത്. എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഉപദേശം ഒന്നാണ് അങ്ങനെ പറഞ്ഞുതരാം. അത് ലോകം മുഴുവനും എല്ലാവരും നമ്മളെ പറ്റിയിട്ട് മോശമായിട്ടോ കുറ്റമായിട്ടോ എന്തു പറയട്ടെ, പക്ഷെ നമ്മളത് പറയരുത്. അത്രേ ഉള്ളൂ. എന്റെ ലൈഫ് എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ടണത്. എല്ലാരും പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞിട്ട്, പക്ഷെ നമ്മൾ പറയരുത്. ഇവിടേക്ക് പറയരുത്, ഉള്ളിലേക്ക് കൊടുക്കരുത്, ഇവിടേക്ക് കൊടുക്കരുത്. അത് പറഞ്ഞു പൊക്കോട്ടെ, നമ്മൾ പറയരുത്. ഓക്കെ, നിങ്ങളും പറയരുത്. ഞാൻ മോശമാണ്, ഞാൻ ചെറുതാണ്, എനിക്ക് എന്നെ കാണാൻ ഭംഗിയില്ല, ഞാൻ ഒന്നും കൊള്ളാതെ പറയരുത് ഒരിക്കലും. ഓക്കെ, മനസ്സിലായില്ലേ? പറയരുത് ഒരിക്കലും. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേഗം വിശ്വസിക്കും നമ്മുടെ മൈൻഡ്. മറ്റേ വിശ്വസിക്കുമ്പോ പാടാ. ഇത് പറയുമ്പോ ഇത് 10-30 ദിവസം പറഞ്ഞു വരും, പക്ഷെ ഇത് ഒരു ദിവസം പറഞ്ഞാൽ അപ്പൊ വിശ്വസിക്കും. അത് പ്രത്യേകത. അപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മളങ്ങനെ പറയരുത്. ആരും പറയട്ടെ, അമ്മയച്ചനോ വീട്ടുകാരോ നാട്ടുകാരോ ഫ്രണ്ട്സോ പറയട്ടെ, പക്ഷെ നമ്മൾ പറയരുത്. കാരണം നമ്മളെ എപ്പോഴും ഒരു ഇതുണ്ടാക്കണം, വിശ്വാസം ഉണ്ടാക്കണം. അത് മാറ്റരുത്. നമ്മൾ സെൽഫ് ബിലീഫ് ഉണ്ടാക്കിയെടുക്കുക. എന്നെ കൊണ്ട് പറ്റും, ഞാൻ ലൈഫ് കോച്ചായി മാറും, ഞാൻ വലിയ വ്യക്തിയായി മാറും, ഇന്ത്യ അറിയപ്പെടുന്ന വ്യക്തിയായി മാറും, ഒക്കെ അറിയപ്പെടുന്ന വ്യക്തിയായി മാറും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദിവസം പറയാം. എന്നെ കൊണ്ട് ഒരു കാര്യത്തിനും പറ്റില്ല എന്ന് പറയരുത്. ഞാൻ കൊള്ളില്ല, ഞാൻ ചെറുതാണ്, ഞാൻ വലുതാവില്ല, ഞാൻ ചെറിയ വീട്ടിൽ ജനിച്ചു, ഒന്നുമില്ല. നമ്മുടെ കാണുന്ന പ്രൈം മിനിസ്റ്റർ ആയാലും
സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയാലും ഇവരൊക്കെ ചെറുതിന് വന്നിട്ടുള്ളതാണ്. സീറോ ടു ഹീറോ ഇവരൊക്കെ. അതുപോലെ ഇന്ന് സീറോ ആയിരിക്കും, വിഷമമായിരിക്കും. ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മാറും. സമയത്തിന് നമ്മളെ മാറ്റാൻ പറ്റും. അറിയാറില്ല, നമുക്കൊരു കോട്ടുണ്ടല്ലോ, കറുത്ത കൽക്കരിയെ പോലും നമുക്ക് ഇപ്പോ വജ്രമാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്, സമയത്തിന് പറ്റും. അതുപോലെ നമ്മൾക്കും പറ്റും. ഒരു സമയം വരും, വെയിറ്റ് ചെയ്യുക. കറക്റ്റ് സമയം നമുക്ക് കിട്ടുക സംഭവങ്ങള്. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമയത്തൊക്കെ. ഒരു സമയത്ത് ഡൗൺ വന്നു സമ്മതിച്ചു, പക്ഷെ അത് ഞാൻ സ്വീകരിച്ച് ഡൗൺ ഒക്കെ ഉണ്ടായി, കുഴപ്പമില്ല. പക്ഷെ ഇനി ഡൗൺ ആവില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫിൽ ഫുൾ ഹാപ്പിനെസ് ഉണ്ടാവും. ഇത് വെറുതെ മോട്ടിവേഷൻ അല്ല പറയണത്. വെറുതെ വന്ന് JP സാർ ഒന്ന് മോട്ടിവേഷൻ ഇങ്ങനെ ഉയർത്തല്ല പറയണത്, ചാർജാക്കല്ല, ചെയ്യുക. ഇവിടെ പറയുക, ഇവിടെ കൈവയ്ക്കുക, അമർത്തി വയ്ക്കുക. കണ്ണടയ്ക്കുക. ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ എം കോൺഫിഡന്റ്, ഐ എം ജെന്യുവിൻ, ഐ എം ലവബിൾ, അങ്ങനെ ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം ബ്യൂട്ടി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളതേ തീരും. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിരന്തരം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ പറയാ, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ പറയാം, സന്തോഷിക്കുമ്പോൾ പറയാം, പറഞ്ഞുകൊണ്ടിരിക്കാം. അതും ഹാപ്പി ആയിട്ട് പറയാം. ആ ഒരു ഫീലിങ്സ് പറയാം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളുമായി കണക്ട് ആവും. നമുക്കൊരു സുഹൃത്ത് കിട്ടും. എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തിനെ കിട്ടിയ അങ്ങനെയാണ്, ഫ്രണ്ട് കിട്ടി. എന്റെ ഫ്രണ്ടാണ് എന്റെ മൈൻഡ്, എന്റെ ബോഡിയുടെ ഫ്രണ്ട്. ഇത് പറഞ്ഞില്ല, ഇത് ബോഡി, ഇത് മൈൻഡ്. എന്റെ ഫ്രണ്ടായി മാറി, ഞങ്ങൾ ഫ്രണ്ട്സായി മാറി. പിന്നെ എനിക്ക് ഒരു മതി, എനിക്ക് വേറെ വേണ്ട. ഇത് എന്റെ മൈൻഡ് എനിക്ക് ഫ്രണ്ട്. എന്റെ നമ്മൾ കാണാറില്ലേ നമ്മുടെ സന്യാസിമാര്, അത് കാര്യം വേണ്ട. നിങ്ങൾ പോയിട്ട് അവരടുത്ത് പോയിട്ട് ഇങ്ങനെ കാറ് തരാം, എന്റെ കൂടെ വരുന്ന പറഞ്ഞാൽ എനിക്ക് കാറ് തരാം, വീട് തരാം, ഒരു വൈഫിന് തരാം പറഞ്ഞേക്കാർ വരില്ല. നമ്മുടെ അടുത്തേക്ക് ഒരു പെണ്ണിന് തരാം ഇങ്ങനെ പറഞ്ഞ് വരില്ല, നമ്മൾ ഒപ്പം വരില്ല. അവരോട് ഇരിക്കുള്ളൂ. അവർക്കൊന്നും വേണ്ട. കാരണം അവർ മൈൻഡുമായി കണക്ട് ആയി. അത് നമ്മളിങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് ആരും വേണ്ട. നമുക്ക് പിന്നെ കിട്ടിക്കൊണ്ടിരിക്കും ലൈഫിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ. നമുക്ക് ഈ സംഭവം കാണിച്ചു നമുക്ക് എന്തൊക്കെയുള്ളതെന്നൊക്കെ ലോകത്തില്. അത്രയും മാറും നമ്മൾ, പവർഫുൾ. അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവായിട്ട് ഉള്ളിലേക്ക് പറയരുത്. എപ്പോഴും പറയുക, പോസിറ്റീവ് പറയുക. നമ്മൾ മോശം നമ്മൾ ഒരിക്കലും പറയുക പോലും ചെയ്യരുത്. നമുക്ക് നമ്മൾ തന്നെ കൂട്ടുണ്ടാവുള്ളൂ. അത് മതി നമുക്ക് കൂട്ടായിട്ട്. ബാക്കി നമുക്ക് തനിയെ വന്നോളൂ നമുക്ക്. പക്ഷെ നമ്മളുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ സ്നേഹിക്കുക, നമ്മൾ ഹെൽപ്പ് ചെയ്യുക, നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മളോട് നല്ലത് പറയുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മൾ തനിയെ മാറും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യൂട്യൂബിലേക്ക് വീഡിയോ മനസ്സിലായെങ്കിൽ വീണ്ടും കാണുക. നിങ്ങളും കാണുക, വീഡിയോ പോയിട്ട് കണ്ട് വ്യക്തമായി കാണുക എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം.